السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون ولو كره المشركون. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. وأشهد أن محمدًا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. ഏറെ ബഹുമാനരായ സീറ പഠിതാക്കളെ, പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള തഖ്വ, സൂക്ഷ്മത അത് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടയ്ക്കിടെ സ്വഹാബത്തിന് ഓർമ്മപ്പെടുത്തിയിരുന്ന ആ ഒരു വസിയത്തിനെ ഒന്നുകൂടി ഊന്നൽ നൽകി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തഖ്വ എന്ന വലിയ ഗുണം ജീവിതത്തിലുടനീളം ശീലിച്ചെടുക്കുന്ന അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ ജീവിതത്തിൽ പിൻപറ്റുന്ന ആളുകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജത്തുൽ ബലാഗ്, ഹജ്ജത്തുൽ വദാ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അതിൻ്റെ ഒരു അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുന്ന ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ അതിൻ്റെ അറഫയിലെ ഖുത്ബ, അറഫയിലെ ആ നൃത്തം, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. എൻ്റെ ഖുത്ബയുടെ പകുതിയോളം നമ്മൾ വിശദീകരിച്ചിരുന്നു. ആ ഖുത്ബ പല റിപ്പോർട്ടുകളായി സ്വഹീഹായി നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യൻ്റെ ജീവൻ, സമ്പത്ത്, അഭിമാനം, ഇതിനൊക്കെ പവിത്രത പറഞ്ഞുകൊണ്ട് അന്നുവരെ ഉണ്ടായിരുന്ന ജാഹിലിയത്തിൻ്റെ എല്ലാ അംശങ്ങളെയും തുടച്ചു നീക്കണം എന്നുള്ള കൽപ്പന പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് നടത്തിയ ആ പ്രസംഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ആധുനിക ലോകത്തെ എഴുത്തുകാരും അമുസ്ലിം പണ്ഡിതന്മാർ പോലും ചരിത്രം പരിശോധിക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിയുക എന്നത് അത് അപൂർവതകളിൽ അപൂർവതയാണ് എന്നതിനെ വിശേഷിപ്പിച്ചതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞിരുന്നു. അല കുല്ലു ഷൈഇൻ മിൻ അംരിൽ ജാഹിലിയത്തി തഹ്ത ഖദമി മൗദൂ. ജാഹിലിയത്തിൻ്റേതായി എന്തൊക്കെയുണ്ടോ അതൊക്കെയും എൻ്റെ കാൽ കീഴിൽ ഞാനിത് അസാധുവാക്കിയിരിക്കുന്നു. അതൊക്കെ എൻ്റെ കാൽ കീഴിലാണ്. ഞാനത് ഇന്നത്തോടുകൂടി, ഈ സംസാരത്തോടുകൂടി അതൊക്കെ അസാധുവാക്കിയിരിക്കുന്നു. അതിനൊന്നും ഇനി സാധുതയില്ല. ജാഹിലിയത്തിലെ ഏതെങ്കിലും ഒരു ആചാരം, സമ്പ്രദായം, അന്നത്തെ ആരാധനാ മുറകൾ, അന്ന് കാബയിലും അതുപോലെ തന്നെ ഹജ്ജിൻ്റെ ഭാഗമായും അല്ലാതെയുമൊക്കെ അവർ വെച്ച് പുലർത്തിപ്പോകുന്ന ചില പദവികൾ, അവർ ഉണ്ടാക്കിയിരുന്ന ചില ആഘോഷങ്ങൾ, ജാഹിലിയത്തിൻ്റെതായി എന്തൊക്കെ സമ്പ്രദായങ്ങളുണ്ടോ അതൊക്കെയും അസാധുവാണ്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് രക്തപ്പകയും അഥവാ പ്രതിക്രിയകൾ, ഒരാളെ കൊന്നതിൻ്റെ പേരിൽ തിരിച്ചു അങ്ങോട്ട് കൊല്ലുക. ജാഹിലിയ കാലത്ത് അതുവരെ നടന്നുകൊണ്ടിരുന്ന അത്തരം കുടിപ്പകകൾ, ഒരാൾ കൊല്ലും, മറ്റൊരു ഗോത്രത്തിൽ നിന്ന് എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾക്കാവും, ചിലപ്പോൾ അബദ്ധത്തിലാവും, പിന്നെ ആ ഗോത്രം തിരിച്ചു കൊല്ലും, പിന്നെ അവിടെ നിന്ന് തിരിച്ചു കൊല്ലും. അങ്ങനെ അതൊരു ഗോത്രീയമായ കുടിപ്പകകൾ നിറഞ്ഞ, വളരെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന, ഒരുപാട് മനുഷ്യന്മാരുടെ ജീവൻ അകാരണമായി ഹനിക്കുന്ന കാര്യങ്ങളായി മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ എടുത്തു പറഞ്ഞു. വദിമാ ഉൽ ജാഹിലിയത്തി മൗദൂഅ. ജാഹിലിയത്തിലെ രക്തപ്പകകൾ അഥവാ കൊലപാതകങ്ങൾക്കുള്ള പ്രതിക്രിയകൾ അതൊക്കെയും ഇനി അസാധുവാണ്. അത്തരം പകകൾ വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ഖുറൈശി കുടുംബക്കാരനായിരുന്ന ഇബ്നു റബിഅത്ത് ഇബ്നുൽ ഹാരിസിൻ്റെ
അദ്ദേഹത്തെ കൊന്ന അതിൻ്റെ പേരിലുള്ള ആ പ്രതിക്രിയ ബനു സാദ് ഗോത്രത്തിൽ ആ ഗോത്രത്തിൽ മുല കുടിച്ച് വളർന്ന ആ മനുഷ്യനെ ഹുദൈൽ ഗോത്രക്കാർ കൊന്ന ആ രക്തപ്പക, അത് ഒന്നാമതായി ഞാനിതാ എൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ ബന്ധുത്വം എന്ന നിലക്ക് അത് തന്നെ അസാധുവാക്കിക്കൊണ്ട് എനിക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ എൻ്റെ ഗോത്രക്കാർക്ക് ഉള്ള രക്തപ്പകകൾ അത് തന്നെ ഞാൻ ആദ്യമേ അസാധുവാക്കുന്നു. അതുപോലെ തന്നെയാണ് പലിശയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധുവാക്കിയത്. വരിബൽ ജാഹിലിയത്തി മൗദൂ, ജാഹിലിയത്തിലെ പലിശ സമ്പ്രദായം അതിന്ന് മുതൽ അസാധുവാണ്. വഅവ്വലു റിബ അദഉ റിബാന റിബ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, എൻ്റെ പിതൃവ്യൻ അബ്ബാസിന് കിട്ടാനുള്ള പലിശ അതാണ് ഞാൻ ഒന്നാമതായി റദ്ദ് ചെയ്യുന്നത്. ഫഇന്നഹു മൗദൂഉൻ കുല്ലു, അത് മുഴുവൻ അസാധുവാണ്. അതിൻ്റെ ഒരു പലിശയായി കിട്ടുന്ന ഒരു പണം പോലും അബ്ബാസിന് ഇനി വാങ്ങാൻ കഴിയില്ല, അത് അസാധുവാക്കിയിരിക്കുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയായിരുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങി. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിച്ചതുപോലെ സ്ത്രീകളോട് നിങ്ങൾ നല്ല രൂപത്തിൽ പെരുമാറണമെന്നും അള്ളാഹുവിനെ അവരുടെ വിഷയത്തിൽ സൂക്ഷിക്കണമെന്നുമുള്ള കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. ഫത്തഖുല്ലാഹ ഫിന്നിസാ, അള്ളാഹുവിന് സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതുപോലെ വളരെയധികം നികൃഷ്ടമായ വിചിത്രമായ ആചാരങ്ങളുണ്ടായിരുന്ന സ്ത്രീകളോട് യാതൊരു തരത്തിലുമുള്ള മര്യാദകളും പാലിക്കാതെ പെരുമാറിയിരുന്ന ഒരു സമൂഹത്തിൽ, പരസ്പരം അനന്തരമെടുക്കാവുന്ന രൂപത്തിൽ സ്ത്രീകളെ കൈമാറ്റം ചെയ്തിരുന്നൊരു സമൂഹത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുമ്പോൾ ഇത് രണ്ടും അനുഭവിച്ച അറബികളായ സ്വഹാബികൾ അവരുടെ മാനസിക നില എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതൊരു വലിയ മാറ്റമാണ് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ചരിത്രകാരന്മാർ പോലും അന്ന് അങ്ങനെ ഒരു കാലത്ത് നിന്നുകൊണ്ട് ഒരു പക്ഷേ ഒരു 1-2 നൂറ്റാണ്ടിനപ്പുറത്ത് നിന്ന് ഇന്ന് നമ്മൾ വലിയ പുരോഗമന രാജ്യങ്ങളായി പറയുന്ന രാജ്യങ്ങളിൽ പോലും നമുക്ക് തുറക്കാൻ കഴിയാതിരുന്ന വിഷയങ്ങളാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലളിതമായി പറയുകയും അവിടെ കൂടിയിരുന്ന ലക്ഷത്തിലധികം വരുന്ന ഏതെങ്കിലും ഒരു പിഞ്ചു കുഞ്ഞു പോലും ആ പ്രഖ്യാപനത്തിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ ധൈര്യപ്പെടാതെ അത് മുഴുവൻ പഞ്ചപുച്ഛം അടക്കി നിന്നുകൊണ്ട് കേട്ട് അനുസരിച്ച് നടപ്പാക്കുകയും ചെയ്തത് അത് അപൂർവതങ്ങളിൽ അപൂർവതം തന്നെയാണ്. അത് ഇന്ന് പോലും ഒരു സമൂഹത്തിൻ്റെ നേതാവിനോ ഒരു രാഷ്ട്രീയ നേതാവിനോ ഒരു ആൾ ദൈവങ്ങൾക്ക് പോലുമോ ഇങ്ങനെ സമൂഹത്തെ അപ്പാടെ തിരുത്തുന്ന ഇത്തരം അന്യായങ്ങളും അനീതികളും തിരുത്തുന്ന ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞാൽ അയാളുടെ അനുയായികൾ തന്നെ അയാൾ പറയുന്നത് പൂർണ്ണമായി കേൾക്കുമോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി കേൾക്കും എന്ന് നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇന്നകും അഖൽതുമുഹുന്ന ബിഅമാനില്ലാഹ്, അള്ളാഹുവിൻ്റെ പേരിൽ ഉറപ്പ് നൽകി ആ കരാറ് ഉടമ്പടി ചെയ്താണ് നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങളുടെ ഭാര്യമാരായി ഇണകളായി സ്വീകരിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബാധ്യതകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പുരുഷൻ സ്ത്രീക്ക് കൊടുക്കേണ്ട വസ്ത്രം, പാർപ്പിടം, റിസ്ക്, കിസ്വത്ത്, അതൊക്കെ ആ നാട്ടു നടപ്പനുസരിച്ച് മഅറൂഫ് അനുസരിച്ച് ആ നാട്ടിൽ എങ്ങനെയാണോ ഒരു മാന്യത ആ നാട്ടിലൊരു നാട്ടു നടപ്പനുസരിച്ച് ആ മര്യാദ രൂപത്തിൽ കൊടുക്കണം എന്നുള്ളത് പുരുഷൻ സ്ത്രീക്ക് കൊടുക്കേണ്ട ബാധ്യതയാണ്, അത് അവൻ്റെ ഉത്തരവാദിത്തമാണ്. ലൈംഗിക ബന്ധത്തിൽ, ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ മറ്റ് പുരുഷന്മാരുമായി യാതൊരു ഇടപാടും നടത്താതിരിക്കുക എന്നത്, ഭർത്താവിനെ വഞ്ചിക്കുക എന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കർശനമായി പാലിക്കേണ്ട ഒന്നാണ്. അങ്ങനെ തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊക്കെ കൃത്യമായി അന്നത്തെ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു എന്നതാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഖദ് തറക്തു ഫീകും മാ ലൻ തദില്ലു ബഅദഹു ഇൻ അതസംതും ബിഹി, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഞാൻ എൻ്റേതായി അവശേഷിപ്പിച്ചു പോകുന്നത് ഒന്നാണ്, അത് നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴച്ചു പോവില്ല. കിതാബുല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്, അള്ളാഹുവിൻ്റെ കിതാബായ വിശുദ്ധ ഖുർആനാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ ദിനത്തിൽ നടത്തിയ ഖുതുബയാണ്. സമാനമായ വാചകങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് മുമ്പായി, വഫാത്തിന് മുമ്പായി നടത്തിയത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. 2 കാര്യങ്ങളെന്ന് പറഞ്ഞ് കിതാബും സുന്നത്തും, അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും എൻ്റെ ചര്യയും ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കിതാബുല്ലാ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം, അത് നിങ്ങൾ മുറുകെ പിടിക്കണം. അത് മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ ലൻ തദില്ലു ബഅദഹു, അതിനുശേഷം പിന്നെ നിങ്ങൾ ദലാലത്തിലായി പോവുകയില്ല, വഴികേടിലാവുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വഅൻതും തുസ്അലൂന അന്നി ഫമാ അൻതും ഖായിലൂൻ,
അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഈ ഹജ്ജത്തുൽ വദാ എന്ന് ഈ ഹജ്ജിന് പേര് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ചില വാചകങ്ങളും പ്രവാചകൻ്റെ ശൈലികളും ഈ സംസാരത്തിലും ഹജ്ജിൻ്റെ പല വേളകളിലും വന്നു എന്നതുകൊണ്ടാണ്. വഅൻതും തുസ്അലൂന അന്നി, നാളെ നിങ്ങൾ എന്നെക്കുറിച്ച് ചോദിക്കപ്പെടും. അഥവാ ഞാൻ നിങ്ങളിലേക്ക് ഒരു പ്രവാചകനായി നിയോഗിതനായി വന്നു, ഞാൻ എന്താണ് നിങ്ങളുടെ അടുക്കൽ നിർവഹിച്ചത്, എൻ്റെ ദൗത്യം ഞാൻ നിർവഹിച്ചോ, ഞാൻ എങ്ങനെയായിരുന്നു നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിച്ചത് എന്ന് അള്ളാഹു നിങ്ങളോട് ചോദിക്കും. നിങ്ങളോട് നാളെ ചോദിക്കപ്പെടുന്നു. ഫമാ അൻതും ഖായിലൂൻ, അപ്പോൾ നിങ്ങൾ എന്ത് പറയും? അല്ലാഹു റസൂൽ നമ്മുടെ വാചകങ്ങളാണ്. അഥവാ പ്രവാചകത്വം എന്ന ദൗത്യം അതിൻ്റെ ഒരു അവസാന ആ കാലങ്ങളിലേക്ക് എത്തി. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട്, സ്വഹാബിമാരോട് ചോദിക്കുകയാണ്, ഞാൻ അള്ളാഹു എന്നെ ഏൽപ്പിച്ചതെല്ലാം ഞാൻ നിറവേറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളോട് നാളെ പടച്ചവൻ ചോദിച്ചാൽ നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയും? അപ്പോൾ സ്വഹാബിമാർ പറഞ്ഞു, നഷ്ഹദു അന്നക ഖദ് ബല്ലഗത് വഅദ്ദൈത വനസഹത്. അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി സാക്ഷി നിൽക്കും. അന്നക ഖദ് ബല്ലഗത്, അള്ളാഹു എന്താണോ താങ്കളെ ഞങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി താങ്കളുടെ കൈവശം കൊടുത്തയച്ചത് അത് വളരെ വിശ്വസ്തയോടുകൂടി താങ്കൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നു എന്നതിന് ഞങ്ങൾ സാക്ഷികളാണ്. വഅദ്ദൈത്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടോ അതൊക്കെ താങ്കൾ നിറവേറ്റി. വനസഹത്, ഏറ്റവും നല്ല രൂപത്തിൽ നസീഹത്തോടുകൂടി ഗുണകാംക്ഷയോടുകൂടി നമ്മുടെ ഗുണം കാംക്ഷിച്ചുകൊണ്ട് താങ്കൾ പ്രവർത്തിച്ചു. നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തണം, നാളെ വിജയത്തിലേക്ക് എത്തിക്കണം എന്ന നമ്മളോടുള്ള ഗുണകാംക്ഷ അത് പൂർണ്ണമായും താങ്കൾ നിറവേറ്റി എന്നതിന് ഞങ്ങൾ സാക്ഷികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്കും പിന്നെ ജനങ്ങളുടെ നേരെയും സ്വഹാബികളുടെ നേരെയും ഉയർത്തി ചൂണ്ടി കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്. അല്ലാഹുവേ, ഇതിന് നീ സാക്ഷിയാണ്. ഈ വാചകങ്ങൾക്ക് എൻ്റെ ഈ ജനങ്ങൾ, എൻ്റെ സ്വഹാബികൾ പറഞ്ഞ ഈ വാക്കുകൾക്ക് പടച്ചവനെ നീ സാക്ഷിയാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച റിപ്പോർട്ടാണ് സൂചിപ്പിച്ചത്. ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ട് അവിടെ കഴിഞ്ഞു. വേറെയും നമ്മൾ സൂചിപ്പിച്ചതുപോലെ പല റിപ്പോർട്ടുകളിൽ ചെറിയ വ്യത്യാസങ്ങളിലൂടെ ഈ ഖുതുബ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചു. അവിടെ ഖുതുബയ്ക്ക് ശേഷം ബാങ്ക് കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ദുഹർ നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു. അതിനോടൊപ്പം അസറും കൂടി ജംആക്കി ചേർത്ത് നിർവഹിക്കുകയും ചെയ്തു. രണ്ട് നിസ്കാരങ്ങൾക്കുമിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊന്നും അല്ലെങ്കിൽ സുന്നത്തോ മറ്റോ ഒന്നും നിസ്കരിച്ചതുമില്ല എന്ന് കാണാൻ കഴിയും. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് കയറി. അപ്പോൾ പറഞ്ഞ പോലെ തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലയിടത്തും നടന്നായിരുന്നു പോയിരുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ ആധിക്യം കാരണം അത്രമാത്രം വലിയ വിശാലമായ ഒരു സമുദ്രം കണക്കെ കിടക്കുന്ന ജനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുകൂടാനും ഇത് കാണാനും പഠിക്കാനും പ്രവാചകനെ കേൾക്കാനും ഒക്കെ ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒട്ടകപ്പുറത്തായിരുന്നു. ഈ അറഫയിലും ഒക്കെ പല സ്ഥലങ്ങളിലും യാത്ര നിന്നിരുന്നും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഖസ്വാ എന്നു പേരുള്ള ഒട്ടകത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി. അറഫയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് നിന്നു. അന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഈ ദിവസം അറഫാ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നോമ്പുണ്ടായിരുന്നു എന്ന് ചില സ്വഹാബിമാർക്ക് സംശയം. റസൂലിന് നോമ്പാണോ, എങ്ങനെ തിരിച്ചറിയും? ഉമ്മുൽ ഫദ്ൽ ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹാ മഹദിയായ സ്വഹാബി വനിതയാണ്. അവർ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അവർ ഉദ്ധരിക്കുകയാണ്, അറഫാ ദിനത്തിൽ അവരും ഈ പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിലുണ്ട്. പരസ്പരം സ്വഹാബിമാരിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ തുടങ്ങി. അല്ലാഹു റസൂലിന് നോമ്പുണ്ടോ ഇല്ലയോ? ചിലർ പറഞ്ഞു നോമ്പുണ്ട്, ചിലർ പറഞ്ഞു നോമ്പില്ല. അപ്പോൾ ഇവർ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു പാത്രം പാല് കൊടുത്തയച്ചു. പാൽ റസൂലിന് ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. റസൂലിന് ഹദിയ കൊടുത്തു കഴിഞ്ഞാൽ റസൂലിന് എത്തിക്കഴിഞ്ഞാൽ റസൂൽ കുടിക്കും, നോമ്പുകാരനാണെങ്കിൽ കുടിക്കില്ല. അത് അവരുടെ ബുദ്ധി അങ്ങനെ പ്രവർത്തിച്ചതാണ്. അതൊരു ഒരു ബുദ്ധിയാണല്ലോ. അത്തരം സന്ദർഭങ്ങളിൽ നേരിട്ട് ചോദിക്കാൻ സ്വഹാബിമാർക്ക് മടിയായിരിക്കും. അവർ പാൽ കൊടുത്തയച്ചു. ഈ സ്വഹാബി വനിത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഒട്ടകപ്പുറത്തിരിക്കുകയായിരുന്നു. റസൂൽ അത് കുടിച്ചു. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി റസൂൽ നോമ്പില്ല. മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഇതേ സംഭവം മൈമൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ മൈമൂന റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ കഴിയും. മൈമൂന റളിയല്ലാഹു അൻഹ ഒരു പാത്രം പാൽ കൊടുത്തയക്കുകയും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുടിച്ചു. ഫശരിബ മിൻഹു വന്നാസു യൻദുറൂൻ, ജനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുടിച്ചു എന്നും നമുക്ക് അവർ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാൻ കഴിയും. അറഫാ ദിനത്തെക്കുറിച്ച്, അറഫയുടെ മഹത്വത്തെക്കുറിച്ചും അറഫയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്ന അറഫയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി കൊടുക്കുന്ന പാപമോചനം എന്ന വലിയ അനുഗ്രഹമാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അറഫയുമായി ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അള്ളാഹു അത്രയേറെ പുറത്തു കൊടുക്കുന്നൊരു ദിവസം വേറെയില്ല എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് പല ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു മലക്കുകളുടെ മുമ്പിൽ അഭിമാനം പറയുന്നത്, പുകഴ്ത്തി പറയുന്നത്, പ്രശംസിച്ച് പറയുന്നത് അറഫയിൽ നിൽക്കുന്ന ആളുകളെക്കുറിച്ച്. അതുകൊണ്ട് തന്നെയാണ് അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം അറഫ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട, വളരെ സുപ്രധാനമായ ഒരു ഇബാദത്താണ് അറഫയിലെ നൃത്തം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അതുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെട്ട നിരവധി ഹദീസുകൾ കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ വാചകങ്ങൾ, അറഫയിൽ നിൽക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു മലക്കുകളോട് പറയുന്ന വാചകങ്ങൾ പറഞ്ഞതും കാണാൻ കഴിയും. മാമിൻ യൗമിൻ അക്സറു മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീ അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അള്ളാഹു നരകത്തിൽ നിന്ന് ഇത്രയധികം ആളുകളെ മോചിപ്പിക്കുന്ന ഒരു ദിവസം അറഫ ദിവസത്തേക്കാൾ വേറൊരു ദിവസമില്ല. വഇന്നഹു ലയദ്നു, ഒന്നാം ആകാശത്തേക്ക്, ഭൂമിയോടടുത്ത, ദുനിയാവിനോടടുത്ത ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് അള്ളാഹു അതിൻ്റെ അടുത്തേക്ക് വരികയും സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, പിന്നീട് മലക്കുകളോട് അഭിമാനപൂർവ്വം ഇങ്ങനെ മുബാഹാത്ത്, യുബാഹി എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറയുക, ഒരു പുകഴ്ത്തി പറയുക, സ്വന്തം ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വലിയ രൂപത്തിൽ പറയുക എന്നതിനാണ് മുബാഹാത്ത് എന്ന് പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ഇങ്ങനെ അഭിമാനപൂർവ്വം ഈ ആളുകളെക്കുറിച്ച് പറയും. മാ അറാദഹ ഉല, ഈ പറഞ്ഞ ആളുകൾ ഇത്ര സമ്പത്ത് ചെലവഴിച്ച് ഇത്ര ദൂരം യാത്ര ചെയ്ത് വളരെയധികം ബുദ്ധിമുട്ടി ഈ തിരക്കിനിടയിൽ അറഫയിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് വേറെ ഒരു ദുനിയാവിലുള്ള സ്ഥാനമാനങ്ങളും അവരുടെ പദവികളും ഒന്നും പ്രകടിപ്പിക്കാതെ ഇങ്ങനെ പച്ച മനുഷ്യരായി ഇങ്ങനെ നിൽക്കും. മാ അറാദഹ ഉല, ഇവരെന്ത് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ നിൽക്കുന്നത്? അള്ളാഹുവിൻ്റെ ചോദ്യം, അള്ളാഹുവിൻ്റെ വാചകങ്ങളാണ് റസൂൽ ഉദ്ധരിക്കുന്നത്. മാ അറാദഹ ഉല, ഇവർക്ക് എന്താണ് വേണ്ടത്? ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവർക്ക് എന്താണ് വേണ്ടത്? അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇവരെന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്? എൻ്റെ തൃപ്തി ലഭിക്കാൻ, ഞാൻ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ, എൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ, നാളെ സ്വർഗം കിട്ടാൻ, എൻ്റെ തൃപ്തിയും സ്നേഹവും ലഭിക്കാൻ, ഇതിനു വേണ്ടിയല്ല അവർ നിൽക്കുന്നത്. അതവർക്ക് കിട്ടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനപൂർവ്വം മലക്കരോട് പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത് കാണാൻ കഴിയും. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞപ്പോൾ, മാ മിൻ അയ്യാമിൻ അഫ്ദലു ഇൻദല്ലാഹി മിൻ അയ്യാമി അശ്രി ദുൽഹിജ്ജ, ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ദിനങ്ങളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ ദുനിയാവിലെ ഏറ്റവും അഫ്ദലായ ദിനങ്ങൾ, അഫ്ദലായ പ്രവൃത്തികൾ ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളാണോ? അതല്ല, അതിനേക്കാൾ മഹത്വമേറിയത് ജിഹാദ് ആവുകയില്ലേ? അമ്മ ഇദ്ദത്തുഹുന്ന ജിഹാദൻ ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ സ്വന്തം സമ്പത്തും സ്വന്തം ജീവനും ത്യജിക്കാൻ തയ്യാറായി ഇറങ്ങിപ്പുറപ്പെടുന്ന ജിഹാദ് അതിനേക്കാൾ വലിയ മഹത്വമുള്ളതാവുകയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരുപക്ഷെ ദുൽഹിജ്ജയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഹദീസുകൾ കേട്ടിട്ടുണ്ടാകും. അല്ല, ജിഹാദിനേക്കാൾ മുകളിൽ തന്നെയാണ്. ഹുന്ന അഫ്ദലു മിൻ ഇദ്ദത്തിഹിന്ന ജിഹാദൻ ഫീ സബീലില്ലാ, അതിനേക്കാൾ മുകളിലാണ് ഈ 10 ദിവസം, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളിലെ ഇബാദത്തുകൾ, ആ ദിനങ്ങളുടെ ശ്രേഷ്ഠത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഈ മൊത്തം കാലങ്ങളിൽ, സമയങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സമയങ്ങളെന്ന് പറയുമ്പോൾ പകൽ വെച്ചാണെങ്കിൽ അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 പകലുകളാണെന്നും, രാത്രി പരിഗണിക്കുകയാണെങ്കിൽ റമദാനിലെ അവസാനത്തെ 10 രാത്രികളാണ് എന്നും പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കാനുള്ള കാരണം, അതിന് തുല്യമായി വേറൊന്നും ഈ ലോകത്ത് സമയങ്ങളിൽ, കാലങ്ങളിൽ വെച്ച് മനുഷ്യന് ലഭിക്കാനില്ല എന്നതുകൊണ്ടാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഈ റിപ്പോർട്ടിൽ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരികയും ആളുകളോട്, മലക്കുകളോട്, ആകാശത്തുള്ളവരോടും അതുപോലെ തന്നെ ഭൂമിയിലുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടും അഭിമാനപൂർവ്വം ഈ ആളുകളെക്കുറിച്ച് പറയുകയും ചെയ്തു. ഉൻദുറു ഇലാ ഇബാദി, എൻ്റെ ഈ അടിമകളിലേക്ക് നിങ്ങൾ നോക്കൂ, എന്തിനാണ് ഇവർ വന്നത്? ഷുഅസൻ ഗുബറൻ ലാഹീൻ, ഈ പറഞ്ഞ ഇത്രയധികം യാത്ര ചെയ്ത് പൊടി പിടിച്ച് ഈ എൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് വളരെ വിനയാന്വിതരായി ഇന്നിവിടെ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകളോട്, ജാഉ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ നാടുകളിൽ നിന്ന് യാത്രാ സൗകര്യങ്ങൾ അതൊന്നും വകവയ്ക്കാതെ ഇവിടെ എത്തിപ്പെടുക എന്ന ഉദ്ദേശത്തോടെ അവർ വന്നു. എന്തിനാണ് വന്നത്? യർജൂന റഹ്മതി, എൻ്റെ റഹ്മത്താണ് അവർ പ്രതീക്ഷിക്കുന്നത്, എൻ്റെ കാരുണ്യം അവർക്ക് ലഭിക്കുക എന്നത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അത് വലം യറൗ അസാബി, എൻ്റെ അസാബ്, എൻ്റെ ശിക്ഷ എപ്രകാരമായിരിക്കും ഉണ്ടാവുക എന്നത് അവർ കണ്ടിട്ടില്ലല്ലോ.
ഞാൻ എപ്രകാരമാണ് ശിക്ഷിക്കുക എന്നത് അവർ കണ്ടിട്ട് പോലുമില്ല. എന്നിട്ടും എന്നെ പേടിക്കുകയും എൻ്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് അവർ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫലം യുറ യൗമൻ അക്സറ ഇത്ഖം മിനൻ നാരി മിൻ യൗമി അറഫ. അതുകൊണ്ട് അറഫ ദിവസത്തേക്കാൾ അള്ളാഹു പുറത്തു കൊടുക്കുന്ന അത്രയധികം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദിവസം പറയില്ല. അത്രമാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കും എന്നാണ്. ഇതൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഈ അറഫയുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഇത്തരം നിരവധി ഹദീസുകൾ. ഇപ്പോൾ ഹജ്ജ് കഴിഞ്ഞ് പൂർണ്ണമായി മഖബൂലും മബ്രൂറുമായൊരു ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരുന്നയാളുടെ അയാളുടെ ഏറ്റവും വലിയ സവിശേഷത തന്നെ ജീവിതത്തിൽ നമ്മൾ ക്ലീൻ ചിറ്റ് നൽകുക എന്ന് പറയുന്ന പോലെ ഒന്നുമില്ല എന്ന്, ഒരു പൂർണ്ണമായി നിരപരാധിയാകുന്ന, എല്ലാ അപരാധങ്ങളും അള്ളാഹു പുറത്തു തരുന്ന രൂപത്തിൽ ഉമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന ശുദ്ധത പോലെ ഒരു തെറ്റോ ഒരു കുറ്റമോ ഒരു പാപമോ ഇല്ലാത്ത രൂപത്തിൽ വരും എന്നാണല്ലോ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാളുടെ അന്നുവരെയുള്ള എല്ലാ കാര്യങ്ങളെയും പാപങ്ങൾക്കുമുള്ളൊരു പരിഹാരം, ജീവിതത്തിൽ ഒരു വിശുദ്ധി കൈവരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗങ്ങളിലൊന്ന് തന്നെയാണ് ഹജ്ജിലെ ഓരോ കർമ്മങ്ങളും എന്നിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ജുമാ ദിവസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ദീൻ പൂർത്തിയായി എന്നുള്ള സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിലെ ആ ഭാഗം അവതരിക്കുന്നത്. സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആ വചനം നമുക്ക് ഏവർക്കും സുപരിചിതമായ വചനമായിരിക്കാം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ആ ദിവസം അള്ളാഹു തിരഞ്ഞെടുത്താണ്. അത്രയധികം ആളുകളുള്ള അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ദിവസം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ ദീനിനെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്തിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം എന്നത് ഇതിനെ ദീനായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിരിക്കുന്നു. ഇനി ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം ഇസ്ലാമിലേക്ക് എന്തെങ്കിലും, ഇസ്ലാം അള്ളാഹു പഠിപ്പിച്ച ആ ദീൻ അതല്ലാത്ത ഏതെങ്കിലും ഒരു മാർഗം, അതില്ലെങ്കിൽ അതിലില്ലാത്ത ഏതെങ്കിലും ഒരു സംഗതി അതിലേക്ക് കൂട്ടിച്ചേർക്കാനോ അതിലേക്ക് എന്തെങ്കിലും അതിൽ ഉള്ള എന്തെങ്കിലും വെട്ടിച്ചുരുക്കാനോ മറ്റോ ഒന്നും അതിന് കഴിയില്ല. അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം. അതുകൊണ്ടാണ് ഈ ആയത്ത് പറഞ്ഞതിന് ശേഷം ഇസ്ലാമിൽ പുതുതായി കടത്തിക്കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പോലെയുള്ള ആളുകൾ എഴുതി വെച്ചത് ഫമാലം യകുൻ യൗമ ഇദിൻ ദീന ഫലാ യകൂനുൽ യൗമ ദീന. അന്ന് എന്തായിരുന്നോ ദീൻ എന്ന് അല്ലാഹു പറഞ്ഞ് പരിചയപ്പെടുത്തി, എന്തായിരുന്നോ ദീനായി ഉണ്ടായിരുന്നത് ഫലാ യകൂനുൽ യൗമ ദീന, അന്ന് ഉണ്ടായിരുന്നതോ അതാണ് ഇന്നും ദീൻ, അന്നില്ലാത്തതെന്തോ അത് ഇന്നും ദീനല്ല എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ ഇതിന് കീഴെ രേഖപ്പെടുത്തി വെച്ചത് അതുകൊണ്ട് തന്നെയാണ്. അറഫ ദിനത്തിലായിരുന്നു ഈ ആയത്ത് അവതരിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്തല്ല വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ആയത്ത്. അത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് മുൻപ് 9 ദിവസങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആയത്തായിരുന്നു. പക്ഷേ എന്നാലും ഈ ആയത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അള്ളാഹു ദീനിൻ്റെ അടിസ്ഥാന പാഠങ്ങളും എല്ലാ കാര്യങ്ങളും, ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ, ആദർശങ്ങൾ, മറ്റു കാര്യങ്ങൾ ഒക്കെ ഈ ഒരായത്തോടു കൂടി പൂർണ്ണമായും മനുഷ്യർക്ക് വളരെ വിശദമായ രൂപത്തിൽ മനസ്സിലാക്കാൻ ഉതകുന്ന രൂപത്തിൽ വിശദീകരിച്ച് കഴിഞ്ഞു എന്നാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്തിൻ്റെ പാരായണവും ഈ ആയത്ത് അവതരിച്ചതിന് ശേഷവും അദ്ദേഹം ഈ ആയത്തിൻ്റെ സാരാംശം മനസ്സിലാക്കി അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അദ്ദേഹം കരഞ്ഞതായി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്തിറങ്ങിയതിന് ശേഷം ഒരു 80-ൽ കൂടുതൽ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നിട്ടില്ല. ഏകദേശം 80ഓളം ദിവസമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സംഭവിച്ചു എന്നും കാണാൻ കഴിയും. പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം, പ്രവാചകൻ്റെ വഫാത്തിനൊക്കെ ശേഷം, ഒരിക്കൽ ഒരു യഹൂദനായ മനുഷ്യൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടി. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് ആ യഹൂദൻ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ആയത്തുൻ ഫി കിതാബിക്കും തഖ്റഊനഹാ, നിങ്ങളുടെ കിതാബിലുള്ള ഖുർആനിലുള്ള ഒരു ആയത്ത്, നിങ്ങൾ പാരായണം ചെയ്യുന്ന ഒരു ആയത്ത്, ലൗ അലൈന മാശറൽ യഹൂദ് നസലത്, ഞങ്ങൾ യഹൂദികൾക്കെങ്ങാനും ആയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ആയത്തെങ്ങാനും ഞങ്ങൾക്കായിരുന്നു ഇറങ്ങിയിരുന്നതെങ്കിൽ ഞങ്ങൾ ആ ദിവസം, ആ ആയത്തിറങ്ങിയ ദിവസം വളരെ വലിയ, നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷ ദിനമായി മാറ്റുമായിരുന്നു.
അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതേതാണ് ആയത്ത്? നിങ്ങൾ പറയുന്ന ആയത്ത്? യഹൂദ മതസ്ഥൻ പോലും ഈ ആയത്ത് മനസ്സിലാക്കി എന്നുള്ളതാണ്. കാരണം ദീൻ പൂർത്തിയാവുക, നമ്മുടെ ദീനിന് ഇങ്ങനൊരു പ്രാമാണികതയും ആധികാരികതയും ഉണ്ടാവുക എന്നത് മറ്റേതു മതങ്ങൾക്കാണ് അവകാശപ്പെടാൻ കഴിയുന്നത്? നമ്മുടെ ദീനിൻ്റെ ഓരോ കാര്യങ്ങളും വിശുദ്ധ ഖുർആനാകട്ടെ തിരു ഹദീസുകളാകട്ടെ ഇത്രയധികം പ്രാമാണികതയോടുകൂടി ചിട്ടപ്പെടുത്തി എത്ര നൂറ്റാണ്ടുകളും കാലങ്ങളും ഏത് തരത്തിലുള്ള ആളുകളും കൈമാറി വന്നാലും ഇത്ര കൃത്യതയോടെ നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ സംരക്ഷണവും അള്ളാഹുവാണ് ഈ ദീൻ പൂർത്തീകരിച്ചത് എന്നതുകൊണ്ട് മാത്രമാണ്. മറ്റേതും മതങ്ങൾക്കാണ് അങ്ങനെ വളരെ ധൈര്യമായി ഇങ്ങനെയൊരു പ്രാമാണികതയും ആധികാരികതയും അവകാശപ്പെടാൻ കഴിയുന്നത്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഇന്നും ഉടലെടുത്തുകൊണ്ടേയിരിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ എടുക്കാം, ഇസങ്ങളെ എടുക്കാം. ഒരു 100-150 കൊല്ലം മുൻപ് ഈ ലോകത്ത് പല ആളുകളാൽ ഉത്ഭവിച്ച പല ഇസങ്ങളും ഇന്ന് ലോകത്തുണ്ട്. അവയൊക്കെയും ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും ചരിത്രത്തിൻ്റെയോ കാലത്തിൻ്റെയോ ഏതെങ്കിലും സമയത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശത്തിലെങ്കിലും അവർ പറഞ്ഞ ആശയങ്ങളെ പൂർണ്ണമായി നടപ്പാക്കി അങ്ങനെ ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്ന് അത് പൂർണ്ണമായും മനുഷ്യകുലത്തിന് വിജയത്തിന് നിദാനമാണ് എന്ന് പറഞ്ഞ് എക്സ്പെരിമെൻ്റ് ചെയ്ത് വിജയിച്ച് കാണിച്ചതായി ഏത് ആശയത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? എത്രയോ ആശയങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഒരുപാട് ആശയങ്ങൾ, ഇസങ്ങളുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയം, സാമൂഹ്യം, സാമ്പത്തികം ഇങ്ങനെയൊക്കെ വിഷയത്തിൽ എത്രയോ ഇസങ്ങൾ ലോകത്ത് പല ആളുകൾ എഴുതി വെച്ചതും മനുഷ്യന്മാർ കൂടിച്ചേർന്നുണ്ടാക്കിയതുമായുണ്ട്. ഏതിനാണത് അവകാശപ്പെടാൻ കഴിയുന്നത്? ഏത് പ്രത്യയശാസ്ത്രത്തിനാണത് അവകാശപ്പെടാൻ കഴിയുന്നത്? അപ്പോൾ ഒരു മുസ്ലിം എന്ന നിലയിൽ നമുക്കേറ്റവും കൂടുതൽ സ്ഥൈര്യം നൽകുന്ന ഒരു ആയത്ത് കൂടിയാണിത്. നമ്മുടെ ദീൻ അതേതെങ്കിലും പണ്ഡിത സഭയോ അല്ലെങ്കിൽ പുരോഹിതന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടം ആളുകളോ സന്യാസിമാരോ ചില ആചാര്യന്മാരോ ഒരുമിച്ച് കൂടിയിരുന്ന് അവർ കുറേ ബൗദ്ധികമായ കുറേ പരിശ്രമങ്ങൾ നടത്തി അവർ കുറേ അറിവുകൾ ഇങ്ങനെ പലയിടത്തായി ശേഖരിച്ച് ഇങ്ങനെ എഴുതിയുണ്ടാക്കിയ ഒരു സംഹിതയല്ല ഖുർആൻ. അങ്ങനെ ആൾക്കാർക്ക് എഴുതി ഉണ്ടാക്കാനും ആവശ്യം വരുമ്പോൾ തിരുത്താനും കാലത്തിനനുസരിച്ച് മാറ്റത്തിരുത്തുകൾ വരുത്താനും കഴിയുന്ന ഒന്നല്ല ഇസ്ലാം. ഈ ഇസ്ലാം, ഈ ദീൻ, നമ്മൾ ഉൾക്കൊള്ളുന്ന ദീൻ, അത് അള്ളാഹുവാണ് ഈ ദീനിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങളെയും ചിട്ടപ്പെടുത്തിയതും അത് പ്രവാചകന്മാരിലൂടെ നമുക്ക് പകർന്നു തന്നതും ഇതിനെ പൂർത്തീകരിച്ചതും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അത് വിശുദ്ധ ഖുർആനും തിരു ഹദീസുകളും ഒക്കെ വഹിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല മാനവകുലത്തിന് നൽകിയത് അതുകൊണ്ടാണ്. അതിലൊരു ഇടപെടാനുള്ള അവകാശം പ്രവാചകന്മാർക്ക് പോലും അള്ളാഹു നൽകാത്തതിനുള്ള കാരണവും അതാണ്. അപ്പോൾ അത് ഈ യഹൂദനായ മനുഷ്യൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്കെങ്ങാനും ആയിരുന്നു ആ ആയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ ആ ദിവസം അടിച്ചു പൊളിക്കുമായിരുന്നു, അത്രമാത്രം വലിയ ആഘോഷ ദിവസമാക്കി മാറ്റുമായിരുന്നു. ചോദിച്ചു, ഏതാണ് ആ ആയത്ത്? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ യഹൂദൻ ഈ ആയത്ത് പറഞ്ഞു കൊടുത്തു, അൽ യൗമ അക്മൽതു ലക്കും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് അറഫ്നാ ദാലിക്കൽ യൗം. ആ ദിവസം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആ ദിവസം എന്നാണ് നമുക്ക് അറിയാം. വൽ മകാൻ അല്ലദീ നസലത് ഫീഹി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇറങ്ങിയ സമയവും സ്ഥലവും ഒക്കെ എനിക്കിന്നും ഓർമ്മയുണ്ട്. വഹുവ ഖായിമുൻ ബി അറഫ യൗമ ജുമുഅ ദിവസം, അറഫ ദിവസത്തിൽ അന്നാണ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയത്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നൃത്തം, ആ വലിയ ഹജ്ജിൻ്റെ ഏറ്റവും സുപ്രധാനമായ ആ ഒരു കർമ്മം, അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം സൂര്യാസ്തമയം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ദലിഫയിലേക്ക് പോയി. സൂര്യൻ പൂർണ്ണമായി അസ്തമിച്ച് കഴിഞ്ഞ് അതിൻ്റെ സീറ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പൂർണ്ണമായി അസ്തമിച്ചു എന്ന് ഉറപ്പ് വരുന്നത് ആ സൂര്യൻ താഴുന്നത് വരെ, പൂർണ്ണമായി താഴുന്നതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ദലിഫയിലേക്ക് യാത്ര പുറപ്പെട്ടത്. പ്രവാചകൻ്റെ ഒട്ടകപ്പുറത്ത് കൂടെ ഉസാമത്ത് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ഉണ്ടായിരുന്നത്. വളരെ സാവധാനം, ബഹളങ്ങളൊന്നുമില്ലാതെ ഒരു സമാധാനം തോടുകൂടിയുള്ളൊരു യാത്രയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഒട്ടകപ്പുറത്ത് നടത്തിയിരുന്നത്. പ്രവാചകൻ്റെ കൂടെ ഈ ഒട്ടകപ്പുറത്ത് പല സന്ദർഭങ്ങളിൽ പല സ്വഹാബിമാർ ഇരുന്നിട്ടുണ്ട്. ചെറിയ സ്വഹാബിമാർ, പ്രായം കുറഞ്ഞ പല സ്വഹാബിമാരുടെ മക്കൾ, ചെറിയ സ്വഹാബിമാരൊക്കെ. ഈ സന്ദർഭത്തിൽ ഇരിക്കുന്നത് ഉസാമത്ത് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ്. ഇവരിലൂടെയും ഒരുപാട് ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ കഴിയും. പ്രവാചകൻ ആ ഒട്ടകപ്പുറത്തിരുന്നപ്പോൾ തൽബിയത്ത് ചൊല്ലിയിരുന്നോ അതോ ഇല്ലയോ, ഏതുവരെ പ്രവാചകൻ തൽബിയത്ത് ചൊല്ലി എന്നിങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഉസാമത്ത് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ ഒട്ടകത്തിൽ പുറത്ത് കൂടെ ഇരുത്തി മുസ്ദലിഫയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒട്ടകപ്പുറത്ത് യാത്ര പുറപ്പെട്ടു. അപ്പോൾ ഈ വരുന്ന ലക്ഷത്തിന് അപ്പുറം വരുന്ന ആളുകളും പ്രവാചകൻ്റെ കൂടെയുണ്ട്. റസൂൽ ഇങ്ങനെ മുസ്ദലിഫയിലേക്ക് പോകുമ്പോൾ ഈ ഹജ്ജിന് പോയ ആളുകൾക്കും ഹജ്ജിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കണ്ട ആളുകൾക്കൊക്കെ അറിയാം, ഹജ്ജിൻ്റെ തിരക്ക് എന്ന് പറയുന്നത് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു തിരക്കാണ്. അപ്പോൾ ആ സമയത്ത് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം
അവരുടെ ഒരു വികാരം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഒരു സമാധാനം കാണിക്കാനൊന്നും ഒരു അവസരം കിട്ടില്ല. ചില ആളുകൾ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഹജ്ജിന് ഒരു ആവശ്യത്തിലധികം ഒരു ആവേശവും ഊർജ്ജവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. തിരക്ക് മുന്നോട്ട് പോവുക, ഇങ്ങനെയുള്ള സംഗതികൾ. അപ്പോൾ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിൽ അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പ്രവാചകൻ എപ്രകാരമാണ് അതിനോട് പ്രതികരിച്ചത് എന്ന് നമുക്ക് പല സംഭവങ്ങളും മനസ്സിലാക്കാൻ കഴിയും. റസൂൽ ഈ പറഞ്ഞതുപോലെ വളരെ സാവധാനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ യാത്രയെ വിശേഷിപ്പിക്കുന്നത് വഅഫാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സക്കീന, ഒരു സക്കീനത്തോടു കൂടി ഒരു സമാധാനത്തോടു കൂടിയായിരുന്നു പ്രവാചകൻ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അറഫയിൽ നിന്ന് പ്രവാചകൻ ഇങ്ങനെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ പുറകിൽ നിന്ന് ഭയങ്കര വലിയ ബഹളവും ശബ്ദകോലാഹലങ്ങളും, അതുപോലെ ഒട്ടകത്തിനെ വളരെ പെട്ടെന്ന് നടക്കാൻ വേണ്ടി ഒട്ടകത്തിന് സ്പീഡിൽ ഒട്ടകത്തിനെ തെളിക്കാൻ വേണ്ടി ചാട്ട കൊണ്ടടിക്കുന്ന ശബ്ദവും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. ഒട്ടകങ്ങളുടെ കരച്ചിൽ, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒട്ടകത്തെ തെളിക്കാൻ ഉപയോഗിക്കുന്ന ചാട്ട അതുകൊണ്ടിങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അലൈക്കും ബിസ്സക്കീന, സമാധാനത്തോടു കൂടിയാണ് നിങ്ങൾ ഈ യാത്ര, ഈ ഹജ്ജിൻ്റെ ഈ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത്. ഫഇന്നൽ ബിർറ ലൈസ ബിൽ ഈദാ, ഒട്ടകങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെടുത്തി അടിച്ച് അതിനെ ഇങ്ങനെ വളരെ ശക്തിയായി തെളിച്ച് വളരെ സ്പീഡിൽ പോയി എന്നതുകൊണ്ടൊന്നും അതൊന്നുമല്ല നന്മ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ആ ഒരു വാചകം മാത്രം ഒരു ദീനിൻ്റെ തന്നെ ഒരു അടിസ്ഥാന ഒരു പാഠങ്ങൾ പഠിപ്പിക്കുന്ന ബാലപാഠങ്ങളിലൊന്നായി നമുക്ക് ആ വാചകങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ഫഇന്നൽ ബിർറ ലൈസ ബിൽ ഈദാ, എന്തെങ്കിലും കുറേ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടോ വളരെ പരുഷമായി കുറേ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തു തീർത്തത് കൊണ്ടോ ഒന്നുമല്ല ദീനിലെ അതല്ല നന്മ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് കാണാൻ കഴിയും, ചില സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അഥവാ ഈ ഹജ്ജിൻ്റെ സന്ദർഭത്തിലായിരുന്നാലും അല്ലാത്തപ്പോഴായിരുന്നാലും, മൊത്തത്തിൽ ഈ ഇവിടെ പറഞ്ഞത് ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ ഒട്ടകങ്ങളെ ഇങ്ങനെ വളരെ സ്പീഡിൽ തെളിച്ച് മുന്നോട്ട് പോയി എന്തെങ്കിലും പ്രവാചകൻ മുമ്പേ ഇനി അവിടെ എത്തി, ഏറ്റവും ആദ്യം അവിടെ എത്തി, മുസ്ദലിഫയിലെത്തി എന്നതുകൊണ്ടൊന്നും ഒരു ശ്രേഷ്ഠതയും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചില സ്പീഡിൽ കാര്യങ്ങൾ, ധൃതിപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് അതല്ല നന്മ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അങ്ങനെ ചെയ്തു എന്നതുകൊണ്ട് എന്തെങ്കിലും പ്രതിഫലം കൂടുകയോ ചെയ്തില്ല എന്നതുകൊണ്ട് കുറയുകയോ ചെയ്യുന്നില്ല എന്നും ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. പിൽക്കാലത്ത് ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഒക്കെ കാലം കഴിഞ്ഞ് ഉമവി ഖിലാഫത്തിൻ്റെ കാലത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഭരണം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം ഹജ്ജിൽ നിർവഹിക്കുമ്പോൾ, ഹജ്ജിൻ്റെ നേതാവായിരിക്കുമ്പോൾ അറഫയിൽ വെച്ച് അദ്ദേഹം നടത്തിയ ഖുതുബയുണ്ടായി. ആ ഖുതുബയിൽ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, അതും ഒരു നമുക്ക് ഇസ്ലാമിൻ്റെ തന്നെ ബാലപാഠങ്ങളെ എണ്ണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ പ്രവാചകൻ്റെ ഹദീസും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയുടെ ഈ വാചകവും. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് കാണാൻ കഴിയും. ഒരു പക്ഷേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഈ വാചകങ്ങൾ എടുത്തത് പ്രവാചകൻ്റെ ആ വാചകങ്ങളുടെ വിശദീകരണം എന്നോണമായിരിക്കും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹയുടെ വാചകങ്ങൾ ഇങ്ങനെയാണ്. ഹജ്ജിൻ്റെ സമയത്ത് ഇങ്ങനെ നമ്മൾ ഇന്നും പോയി കഴിഞ്ഞാൽ ഹജ്ജിനായാലും ഉംറയ്ക്കായാലും ഹജറുൽ അസ്വദിൻ്റെ അത് തൊട്ടുമുത്താനുള്ള തിരക്ക്, അതുപോലെ തന്നെ നിരവധി കാര്യങ്ങളിൽ ഹജ്ജിൽ അനാവശ്യമായി തിരക്ക് കാണിക്കുകയും ആളുകളെ ബുദ്ധിമുട്ടുകയും ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് അറഫയിൽ നടത്തിയ ഖലീഫയായിരിക്കും നടത്തിയ ഖുതുബയിൽ അദ്ദേഹം പറയുകയാണ്, ലൈസ സാബിഖു മൻ സബഖ ബഈറുഹു വഫറസുഹു, ഒട്ടകവും കുതിരയും കൊണ്ട് എല്ലാവരുടെയും മുമ്പേ എത്തി കുറേ കർമ്മങ്ങൾ ചെയ്തു തീർക്കുന്ന അവനല്ല മുൻകടന്നവൻ, വിജയിച്ചവൻ. സാബിഖ് എന്ന് പറയല്ല, അവനല്ല. ഒട്ടകവും ഉണ്ട് അല്ലെങ്കിൽ കുതിരയുണ്ട്, ഇതിനെയൊക്കെ തെളിച്ച് ഏറ്റവും ആളുകളുടെയൊക്കെ ഏറ്റവും മുന്നിലെത്തി എല്ലാ കർമ്മങ്ങളൊക്കെ ആദ്യം അവിടെ എത്തുക, ഇങ്ങനെ തിക്കിത്തിരക്കി ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, ഇങ്ങനെ മുമ്പിലെത്തിയാൽ അവനല്ല മുൻപിലെത്തിയവൻ. വലാകിന്ന സാബിഖ മൻ ഗുഫിറ ലഹു, മുൻപിലെത്തിയവൻ അഥവാ വിജയിച്ചവൻ എന്നർത്ഥമാണ്. വിജയിച്ചവൻ ഈ ഹജ്ജ് കൊണ്ട് ഇതിൻ്റെ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹു പുറത്തു കൊടുത്തവനാണ്. മൻ ഗുഫിറ ലഹു, പാപങ്ങൾ പുറത്തു കിട്ടി ആരാണോ പാപമോചനം നൽകപ്പെട്ടത്, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടത്, അവനാണ് ഈ കർമ്മങ്ങൾ കൊണ്ട് വിജയിച്ചവൻ, മുമ്പിലെത്തിയവൻ. അതല്ലാതെ ഈ കർമ്മങ്ങൾ ഇങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കുറേ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി ഇങ്ങനെ തിരക്കും ധൃതിയും ഒക്കെ അനാവശ്യമായി കാട്ടിക്കൂട്ടി മുൻപിലെത്തുക എന്നതല്ല വിജയിക്കുന്നവരുടെ ലക്ഷണം എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി പറയുന്നത് കാണാൻ കഴിയും. ഇന്നും ഒരുപാട് ആളുകൾ അവരുടെ അജ്ഞത മൂലമാണ് അധികവും ആളുകൾ ഹജ്ജിനായിരുന്നാലും മതാഫിലും അതുപോലെ തന്നെ ഹറമിലും ഒക്കെ അനാവശ്യമായ കുറേ തിരക്ക് കൂട്ടലുകൾ നടത്തി മറ്റുള്ള ആളുകളെയും
ദുർബലരായ ആളുകളെയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന, ആളുകൾക്ക് അടുക്കാൻ പോലും കഴിയാത്ത, പല ആളുകൾക്കും പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിൽ ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ ഇടപെടുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത് ഒരു നല്ല ശീലമോ രീതിയോ അല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹജ്ജിന് സ്വാഭാവികമായി അത്രയധികം ആളുകൾ ഒരുമിച്ചുണ്ടാകുമ്പോഴേ തിരക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അതിനു മേലെ ഇത്രയധികം ആളുകളുമുണ്ട്, അതിന് വലിയ തിരക്കും ഉണ്ടാകും, കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും എന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ അതിൻ്റെ കൂടെ നമ്മളും കൂടി എന്തെങ്കിലും ധൃതിപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ നമുക്ക് എന്തെങ്കിലും പ്രതിഫലം നേടിത്തരുമെന്ന ചിന്തയുണ്ടെങ്കിൽ അത് നന്മയല്ല. ഫഇന്നൽ ബിർറ ലൈസ ബിൽ ഈദാ, നന്മ ബിർറ് എന്ന് പറഞ്ഞാൽ ഇതല്ല എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചതിൽ നിന്ന് നമുക്ക് ചുരുക്കത്തിൽ ഈ പറഞ്ഞ മൊത്തം ഹജ്ജിൻ്റെ കർമ്മങ്ങളെ അങ്ങനെ ആ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. മുസ്ദലിഫയിലെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് മഗ്രിബും ഇശാഉം ജംആക്കി നിസ്കരിച്ചു. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഈ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോകുന്നതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താഴ്വരയിൽ ഇറങ്ങി. അവിടെ ഇറങ്ങി പ്രവാചകൻ മൂത്രമൊഴിച്ചു. അത് കഴിഞ്ഞ് വുദു എടുത്തു. അപ്പോൾ വുദു എടുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദു മുഴുവനായി എടുത്തില്ലെന്ന് പറഞ്ഞാൽ വുദു ഒരൊറ്റ തവണ അവയവങ്ങളൊക്കെ കഴുകൽ കൊണ്ട് മതിയാക്കുക എന്നതിനാണ് മുഴുവനായി എടുത്തില്ല എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. വുദു പൂർണ്ണമാക്കുക, അതിന് ഇസ്ലാമിക ഫിഖ്ഹിൽ ഇസ്ബാഹുൽ വുദു എന്നാണ് പറയുക. ഇസ്ബാഹ് വുദു പൂർണ്ണമായി 3 തവണ എല്ലാ കാര്യങ്ങളും വളരെ സാവധാനം 3 തവണ ആവർത്തിച്ചത് കഴുകേണ്ടത് കഴുകി അങ്ങനെ നിർവഹിച്ചു പോവുക. അപ്പോൾ അങ്ങനെയല്ല പ്രവാചകൻ വുദു ചെയ്തത്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഉസാമ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫഖുൽതു അസ്സലാത്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ നിസ്കാരം ഇല്ലേ? നിസ്കാരത്തിനാണെങ്കിൽ റസൂൽ ഇങ്ങനെ ഒരു തവണ മാത്രം മതിയാക്കി വുദു ചെയ്യാറില്ല. അത് വുദു പൂർണ്ണമാക്കുകയാണ് പ്രവാചകൻ്റെ പതിവ്. നിസ്കാരത്തിന് വേണ്ടി വുദു എടുക്കുക എന്നുള്ളത് അങ്ങനെ ഒരു ഒറ്റത്തവണ മാത്രം കൊണ്ട് മതിയാക്കുന്ന ഒന്നല്ല, അത് പൂർണ്ണമായി നിർവഹിക്കും. അപ്പോൾ നിസ്കാരമില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, അസ്സലാത്തു അമാമക്, അല്ല ഇവിടെ ചെല്ല നിസ്കരിക്കുന്നത്, നമ്മൾ മുസ്ദലിഫയിൽ എത്തിയിട്ടാണ്, വഴിക്കല്ല എന്ന് പറഞ്ഞ് പ്രവാചകൻ അവിടെ നിന്ന് ആ വുദു പൂർണ്ണമാക്കാതെ വീണ്ടും യാത്ര തുടർന്ന് മുസ്ദലിഫയിലെത്തി പൂർണ്ണമായി നിസ്കാരത്തിന് വേണ്ടി പ്രവാചകൻ സാധാരണ വുദു എടുക്കാറുള്ളത് പോലെ വുദു എടുത്ത് പിന്നെ നിസ്കരിക്കുകയാണ്, മഗ്രിബും ഇശാവും നിസ്കരിക്കുകയാണ് ചെയ്തത് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് രാത്രി അവിടെ തന്നെ താമസിച്ചു, കടന്നുറങ്ങി. അന്ന് രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രിയിൽ മുസ്ദലിഫയിൽ എന്തെങ്കിലും ഇബാദത്തുകൾ ചെയ്തതായി പ്രവാചകനിൽ നിന്ന് സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ആ രാത്രി മറ്റെന്തെങ്കിലും ഇബാദത്തുകൾ, ആ സ്വാഭാവികമായി ഉള്ള പുലർച്ചെ ഉള്ള തഹജ്ജുദ്, വിത്ർ, അത് വിത്റാക്കി നിസ്കരിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു എന്നല്ലാതെ ആ രാത്രിയിൽ മറ്റേതെങ്കിലും നിസ്കാരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇബാദത്ത് പ്രവാചകൻ ചെയ്തില്ല എന്ന് സ്വഹാബിമാർ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. പിന്നെ മുസ്ദലിഫയിൽ നിന്ന് പിറ്റേന്ന് രാവിലെ പുറപ്പെടണം. അപ്പോൾ കൂട്ടത്തിലുള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ചില ആളുകൾ, ഇവർക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണമെങ്കിൽ ജനങ്ങളൊക്കെ പുറപ്പെടുന്നതിന് മുമ്പ് നേരത്തെ പുറപ്പെടാനുള്ള അനുവാദം കൊടുത്തു. രാവിലെ ഒരു വളരെ പുലർച്ചെ തന്നെ വേണമെങ്കിൽ, ജനങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാണ് പുറപ്പെടുക, അതിന് മുൻപേ വേണമെങ്കിൽ പുറപ്പെടാം. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഞങ്ങൾ മുസ്ദലിഫയിലായിരുന്നപ്പോൾ പ്രവാചകൻ്റെ ഭാര്യയായിരുന്ന സൗദ റളിയല്ലാഹു അൻഹ അവർ റസൂലിനോട് അനുവാദം ചോദിച്ചു. ജനങ്ങളൊക്കെ എല്ലാവരും ഇറങ്ങുന്ന ആ സമയത്തിന് മുമ്പ്, റസൂലും ഒക്കെ പുറപ്പെടുന്നതിന് മുൻപ് അവർ നല്ല തടിച്ച ശരീരപ്രകൃതമുള്ള സ്ത്രീയായിരുന്നു. അതുമാത്രമല്ല നല്ല പ്രായമുണ്ട്. സാധാരണ ഒരു ആളുകൾ നടക്കുന്നതിനോടൊപ്പം എത്താൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ റസൂലിനോട് അനുവാദം ചോദിച്ചതാണ്. ജനങ്ങളൊക്കെ പോകുമ്പോൾ ഞാൻ നേരത്തെ പോട്ടെ. അപ്പോൾ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. അന്നത്തെ തിരക്കിനെ സംബന്ധിച്ച് ഇന്നും നമ്മൾ ഹജ്ജിൻ്റെ കാണാറുള്ളത് പോലെ അന്നും റസൂലിനോടൊപ്പവും അന്നത്തെ കാലത്ത് ഇന്നത്തെ അത്ര സൗകര്യങ്ങൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാലത്ത് അന്ന് ഈ ലക്ഷത്തിനപ്പുറം വരുന്ന ആളുകളിൽ വലിയ തിരക്കാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ആ തിരക്കിനെ കുറിച്ച് പറഞ്ഞത് കാണാൻ കഴിയും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് മുസ്ദലിഫയിൽ നിന്ന് പ്രവാചകനോടൊപ്പം ബാക്കി ഞങ്ങൾ ഭാര്യമാരൊക്കെ പിന്നെ യാത്ര പുറപ്പെട്ടു ആളുകളോടൊപ്പം. അത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ആ തിരക്കിനിടയിൽ പെട്ടപ്പോഴാണ് ഈ ആളുകളുടെ ഈ ബാഹുല്യമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി, രാവിലെ പുലർച്ചെ സൗദ റളിയല്ലാഹു അൻഹയോടൊപ്പം അനുവാദം ചോദിച്ച് പോയാൽ മതിയായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി. അത്രമാത്രം തിരക്കുണ്ടായിരുന്നു, വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. അദ്ദേഹം ചെറിയ കുട്ടിയാണല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അദ്ദേഹം 16 17 അല്ലെങ്കിൽ ആ ഒരു ഏകദേശം ആ ഒരു വയസ്സിൽ ഉള്ള കുട്ടിയാണ് അദ്ദേഹം.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒക്കെ ഈ പറഞ്ഞ റസൂല് ഇളവ് കൊടുത്ത ദുർബലരായ സ്ത്രീകൾ, കുട്ടികൾ, ഇവർക്കൊക്കെ നേരത്തെ പോകാൻ ഇളവ് കൊടുത്തു. ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു ഞാനും അന്ന്. അങ്ങനെ ഞാനും ഈ വലിയ സംഘത്തോടൊപ്പം ഒരുമിച്ച് ആയിരുന്നില്ല, നേരത്തെ ഞാൻ അവിടെ പുറപ്പെട്ടു എന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്ന കാണാൻ കഴിയും. അവിടെ നിന്ന് മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക്, മഷ്അറുൽ ഹറമിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പോകുന്നത്. അന്നത്തെ ഫജ്ർ പൂർണ്ണമായും അന്നത്തെ പ്രഭാതം ഉദിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ, ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന ദിവസം ആകുമ്പോൾ അറഫ ദിനം ദുൽഹിജ്ജ 9 ഇത് നമ്മളൊക്കെ നാട്ടിൽ വലിയ പെരുന്നാളായി ആഘോഷിക്കുന്ന, വലിയ പെരുന്നാൾ ആഘോഷിക്കുന്ന ദുൽഹിജ്ജ 10 യൗമുൻ നഹർ. അപ്പോൾ യൗമുൻ നഹർ രാവിലെയുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. മുസ്ദലിഫയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൻ നഹർ രാവിലെ അവിടെ നിന്ന് സുബഹി നിസ്കരിച്ചു. അതുപോലെ തന്നെ ഹജ്ജുൽ അക്ബർ എന്നറിയപ്പെടുന്ന ദിവസമാണ് യൗമുൻ നഹർ. നമ്മൾ ബലി പെരുന്നാൾ എന്ന് പറയുന്ന ദുൽഹിജ്ജ 10 ദിവസം യൗമുൽ ഹജ്ജിൽ അക്ബർ എന്നാണ് ഈ ദിനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിലൂടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമുൽ ഹജ്ജിൽ അക്ബർ എന്നറിയപ്പെടുന്ന ആ ദിവസം ദുൽഹിജ്ജ 10 അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഷ്അറുൽ ഹറാമിലേക്ക് അവിടെ നിൽക്കാൻ വേണ്ടി പോയി. അന്നത്തെ ദിവസം രാവിലെ ഒട്ടകപ്പുറത്താണ് പ്രവാചകൻ യാത്ര ചെയ്തത്. ഈ മഷ്അറുൽ ഹറാം എന്ന് പറയുന്നത് ഇന്ന് ഹജ്ജിന് പോകുന്ന അല്ലെങ്കിൽ അവിടെ സന്ദർശിക്കുന്ന ആളുകൾക്കൊക്കെ പല രൂപത്തിലുള്ള സൈൻ ബോർഡുകളും മറ്റും ഒക്കെ കാണാം. എങ്കിലും അന്നത്തെ സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ എവിടെയാണോ നിൽക്കുന്നത് അതിനോട് ചുറ്റും കൂടി നിൽക്കുക എന്നതാണ് അവർ സ്വീകരിച്ചിരുന്ന നയം. പ്രവാചകൻ എവിടെയാണോ അവിടെ ഈയാമ്പാറ്റകളെ പോലെ ആളുകൾ കൂടി അവിടെ ചെല്ലാൻ ശ്രമിക്കും. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് കേൾക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഈ മുസ്ദലിഫയിലെ മഷ്അറുൽ ഹറാം എന്നത് അത് എവിടെയാണ് എന്നതിൻ്റെ വിഷയത്തിൽ കൃത്യമായൊരു സ്ഥലമാണോ, അതല്ല മുസ്ദലിഫ എന്ന പ്രദേശത്തിൻ്റെ ആ ഒരു വലിയ ഭാഗം ഉൾക്കൊള്ളുന്ന പ്രദേശമാണോ എന്നതൊക്കെ പണ്ഡിതന്മാർ പല രൂപത്തിൽ ചർച്ച ചെയ്ത് കാണാൻ കഴിയും. മുസ്ദലിഫയിൽ ഒരു ജബൽ, ഒരു കുന്ന്, ആ പ്രദേശമാണ് മഷ്അറുൽ ഹറാം എന്നും ഒക്കെ വിശദീകരിച്ച പണ്ഡിതന്മാരെ കാണാൻ കഴിയും. ഏതായിരുന്നാലും അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഷ്അറുൽ ഹറാമിൽ വിശുദ്ധ ഖുർആനിലുമൊക്കെ അള്ളാഹു പരാമർശിച്ചതാണ് അൽ മഷ്അറുൽ ഹറാം എന്നുള്ളത്. അവിടെ നിൽക്കുകയും മുസ്ദലിഫയിൽ അവിടെ നിൽക്കുകയും ഖിബ്ലയ്ക്ക് തിരിയുകയും തഹ്ലീലുകൾ, അതുപോലെ തന്നെ തക്ബീറുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും ഒക്കെ ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആളുകൾ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നത് പോലെ സംശയമുണ്ടാകുന്നത് കൊണ്ട് തന്നെ ആളുകൾ ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ജനങ്ങളോട് പറയുന്നത് കാണാൻ കഴിയും, വഖഫ്തു ഹാഹുന, ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്. പക്ഷേ വജംഉൻ കുല്ലുഹാ മൗഖിഫ്, ആ മുസ്ദലിഫയുടെ ആ ജംഅ് എന്നറിയപ്പെടുന്ന ആ സ്ഥലം, പ്രധാനപ്പെട്ട ആ സ്ഥലം മുസ്ദലിഫ മുഴുവനും, അത് മുഴുവൻ നിങ്ങൾക്ക് നിൽക്കാം. ആ മഷ്അറുൽ ഹറാം എന്ന് പറയുന്ന ആ പ്രദേശം അത് ഇന്ന് പോകുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയും. ആളുകൾക്ക് പല സൈൻ ബോർഡുകളും അതുപോലെ തന്നെ ഹജ്ജിനുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ അവിടെ ഉള്ളത് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അത് മുഴുവൻ നിങ്ങൾക്ക് നിൽക്കാവുന്നതാണ്. ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്, അല്ലാതെ ഈ എൻ്റെ ചുറ്റും തന്നെ ഈ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകത ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ കഴിയും. അതുപോലെ തന്നെ പിന്നെ ജംറയിൽ കല്ലെറിയാനുള്ള കല്ലുകൾ ശേഖരിക്കാൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ കൽപ്പിച്ചു. ഹലുമ്മ ഉൽഖുത്ലി, ഇബ്നു അബ്ബാസ് എനിക്ക് വേണ്ടി നീ കുറച്ച് കല്ലുകൾ ശേഖരിക്കൂ ജംറയിൽ എറിയാൻ വേണ്ടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് മറ്റൊരു രൂപത്തിലും ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഒരു സംഗതിയാണ്. പ്രവാചകൻ കല്ലുകൾ ശേഖരിക്കാൻ പറഞ്ഞ സംഗതി, ജംറയിൽ എറിയാനുള്ള 7 കല്ലുകൾ. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. അദ്ദേഹം ചെറിയ കുട്ടിയാണ്, ഇതൊക്കെ അദ്ദേഹം മുദ്രിക്കുകയാണ്. ഫലഖത്തു ലഹു ഹസയാത്തിൻ, അങ്ങനെ ഞാൻ റസൂലിന് വേണ്ടി ചരൽക്കല്ലുകൾ ഞാൻ തറയിൽ നിന്ന് ഞാൻ ശേഖരിച്ചു. ഹുന്ന ഹസൽ ഖദ്ഫ്, ചെറിയ കുട്ടികൾ കളിക്കുന്ന ഖദ്ഫ് എന്നു പേരുള്ള, നമ്മുടെ നാട്ടിൽ ഗോലിയോ ഗോട്ടിയോ കളി എന്ന് പറയുന്നത് അവിടെയുള്ള കുട്ടികൾ ഇങ്ങനെ തെറിപ്പിച്ച് കളിക്കുന്ന, കല്ലുകൊണ്ട് കളിക്കുന്ന കളി, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ആളുകളെ അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, അല്ല അവരുടെ ദേഹത്ത് മുറിവേൽപ്പിക്കുന്ന രൂപത്തിലാണ് കളിക്കാൻ പാടില്ല എന്ന പ്രവാചകൻ്റെ വചനങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ ആ ഖദ്ഫ് എന്ന കളിയിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഹസ, ചരൽക്കല്ലുകൾ, അതാണ് ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ശേഖരിച്ചത്. അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ വലിപ്പം ഒരു കടലമണിയേക്കാൾ കുറച്ചുകൂടി വലിപ്പം കൂടിയത് എന്നൊക്കെ പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിച്ചതാണ്. ഏതായാലും ചെറിയ കല്ലുകൾ, ചെറിയ ചരൽക്കല്ലുകൾ ഞാനതെൻ്റെ കയ്യിൽ വെച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് കൊടുത്തു. പ്രവാചകൻ പറഞ്ഞു, നഅം ബി അംസാലി ഹൗല, അതെ ഇതുപോലുള്ളത് ശേഖരിച്ചാൽ മതി,
ഇതുപോലുള്ള ചെറിയ കല്ലുകൾ, അല്ല വലിയ കല്ലുകളൊന്നും ജംറയിൽ എറിയാൻ വേണ്ട ആവശ്യമില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറയുന്നു, വഇയ്യാകും വൽ ഹുലുവ ഫിദ്ദീൻ, നിങ്ങൾ ദീനിൽ അതിര് കവിയുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം. അതിനെ ഒരുപാട് രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സന്ദർഭവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം. ഈ ഹദീസ് നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ, അഥവാ കല്ലുകൾ വലുതായി എന്നതുകൊണ്ട് കുറച്ചുകൂടി വലിയ കല്ലെടുത്ത് ജംറയിൽ എറിഞ്ഞു എന്നതുകൊണ്ട് എന്തെങ്കിലും പ്രതിഫലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നന്മയൊന്നും കൂടുന്നില്ല എന്നൊരു വലിയ പാഠം അവിടെ കിട്ടുന്നുണ്ട്. അഥവാ ദീൻ എന്താണോ പഠിപ്പിച്ചത്, അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അത് അതേപടി ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബാധ്യത. അതിനേക്കാൾ കൂടുതൽ ചെയ്തു കുറച്ചുകൂടി നന്മയല്ലേ, കുറച്ചുകൂടി കൂടുതൽ ചെയ്തേക്കാം, കുറച്ചുകൂടി ഉഷാറാക്കാം എന്ന് കരുതിയാൽ അവിടെ നന്മയല്ല, തിന്മയാണ് ഉണ്ടാവുക. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ ധിക്കരിച്ചത് മൂലം തിന്മയാണ് അവിടെ ഉണ്ടാവുക എന്ന പാഠമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. വയ്യാക്കും വൽ ഗുലുവ ഫിദ്ദീൻ, ദീനിൽ അതിര് കവിയുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബിൽ ഗുലുവി ഫിദ്ദീൻ, കാരണം നിങ്ങൾക്ക് മുൻപുള്ള പല സമൂഹങ്ങളും നശിച്ചു പോയത് ഇങ്ങനെ മതത്തിൽ അതിര് കവിഞ്ഞതുകൊണ്ടാണ്, ഉലുവ് ഉണ്ടായതുകൊണ്ടാണ്. ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ ആ കല്ലുകൾ ശേഖരിക്കുന്ന ആ സന്ദർഭത്തിൽ പോലും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമുക്ക് ഹജ്ജിൻ്റെ കർമ്മങ്ങളും ഹജ്ജിൻ്റെ ഓരോ കാര്യങ്ങളും പഠിക്കുക എന്നതിനപ്പുറത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫഇന്നൽ ബിർറ ലൈസ ബിൽ ഈസാ, അത് ആ സന്ദർഭത്തിൽ പറഞ്ഞതാണെങ്കിലും അതിനൊരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും അതിനെ വെച്ചു കൊടുക്കാനുള്ള സ്ഥലങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയും. അത് ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ദീനിൻ്റെ ഒരുപാട് മേഖലകൾ നമുക്ക് ആ ഒരു തത്വമായി, ഒരു കായികയായി, ഒരു ഫോർമുലയായി നമുക്ക് പലയിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാണ് വയ്യാക്കും വൽ ഗുലുവ ഫിദ്ദീൻ, ദീനിൽ അതിര് കവിച്ചലുകളില്ല. എവിടെയാണോ പ്രവാചകൻ കൽപ്പിച്ചത്, എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചത്, എങ്ങനെയാണ് ഈ കർമ്മങ്ങൾ ചെയ്തത്, ഏത് പ്രാർത്ഥനയാണ് ചൊല്ലിയത്, എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളത് ദീനല്ല എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതും പ്രവാചകൻ്റെ ഹജ്ജിൽ നിന്ന് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അല്ലാതെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഓർത്തെടുക്കാൻ, പഠിക്കാനും ഗുണപാഠങ്ങളെ ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുന്ന പാഠങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും കുറച്ചുകൂടി ഇവിടെ മശ്അറുൽ ഹറാമിൽ നിന്ന് മുസ്ദലിഫയിൽ നിന്ന് പിന്നെ മിനായിലേക്കുള്ള ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഇനിയുമുണ്ട്. അതും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പ്രവാചക ജീവിതവും പ്രവാചക സുന്നത്തുകളും ചര്യകളും ഒക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ നമുക്ക് ഒരു വഴി വെളിച്ചമായി മുന്നോട്ട് പോകാനുള്ള കുറേ ഗുണപാഠങ്ങൾ, ചില ഹദീസുകളുടെ ശകലങ്ങളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില സന്ദർഭങ്ങളും ആയി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിലും ചില സന്ദർഭങ്ങൾ വരുമ്പോൾ അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഇങ്ങനെയുള്ള ചില പാഠങ്ങൾ നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുക എന്നതിനപ്പുറത്ത് അത് ജീവിതത്തിൽ കാണുന്ന പ്രതിഫലിക്കുന്ന ആളുകളിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാദാ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.